ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞതിനെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനുവിനെ നീ വിളിച്ചു ചോദിച്ചോടാ. വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്. ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു അപ്പോൾ നമ്മുടെ MRZ തൊപ്പി സോഷ്യൽ മീഡിയ വേണമെങ്കിൽ കത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ലൈവിൽ വന്നുകൊണ്ട് നമ്മുടെ അനീഷ് ചേട്ടനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഒരു ദിവസം കൊണ്ട് പെട്ടിയിലാക്കാൻ നമ്മുടെ തൊപ്പിക്ക് സാധിച്ചത് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമാണ്. അദ്ദേഹം ആരാധിക്കുന്ന, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് വോട്ട് വാങ്ങിക്കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നുകൊണ്ട് ലൈവിൽ ആവശ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത്, എന്ത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് തൊപ്പി ചെയ്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അഖിൽ മാരാർ എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് താരം ഈ ലൈവിൽ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും അനുവിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ള ഒരു പരിപാടി അഖിൽ മാരാർ കുറച്ച് ദിവസങ്ങളായി, ഏകദേശം 60-65 എപ്പിസോഡിന് ശേഷം അദ്ദേഹം ഒരു PR വർക്കിന്റെ പണി എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ തൊപ്പി മാത്രം നമ്മുടെ അനീഷ് ചേട്ടനെ വിജയിപ്പിക്കണം, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, അദ്ദേഹം നമ്മുടെ ഒരു പ്രതിനിധിയാണ് എന്ന് ഓൺലൈനിൽ വന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ രൂക്ഷപരമായ രീതിയിലുള്ള വിമർശനങ്ങളും സ്വന്തം വാപ്പാക്ക് വരെ വിളിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന മറുപടി, യാതൊരു മോശകരമായ വാക്കുകളും തൊപ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എടാ പോടോ വിളിയും അതുപോലെ തന്നെ വാപ്പാക്ക് വിളിയുമായി ആ ലൈവ് അവസാനിപ്പിക്കേണ്ട ഗതിയിലേക്ക് അത് വന്നു. എന്നാൽ തക്കതായ മറുപടി തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ അഖിൽ മാരാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും എല്ലാവരും വിരളി പിടിച്ചിരിക്കുകയാണ്. അനീഷ് കപ്പടിക്കുമെന്ന് ഏകദേശം 99% മലയാളികൾക്കും ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും അനീഷ് ചേട്ടൻ കപ്പടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ബിഗ് ബോസ് സീസൺ 7 കപ്പ് അഖിൽ മാരാർ വിചാരിച്ചതുപോലെ അനുമോൾക്ക് കിട്ടുകയില്ല. അത് അനീഷ് ചേട്ടൻ തൂക്കിയിരിക്കും. തീർച്ചയായിട്ടും അതിന് കൊടുത്ത മറുപടിയിലെ ഏതാനും ചില മറുപടികളുടെ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. എന്താ എന്ത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ, അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല, എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ? എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്ത ഒരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു. അതിന്റെ ആവശ്യം എന്താ? അനുമോളിൽ നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല അഖിലെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? നിന്റെ അടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞത്, ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ?
ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പേഴ്സണൽ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ലൈവിൽ അദ്ദേഹം അഖിൽ മാരാരെ വിളിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ വിജയിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിനു എന്ന് പറയുന്ന PR വർക്ക് ചെയ്ത മനുഷ്യൻ പൈസ വാങ്ങി തൊപ്പി എന്ന് അഖിൽ മാരാരോട് പറഞ്ഞു എന്നുള്ളതാണ് പുതിയ ആരോപണം. അത് പേഴ്സണലായിട്ട് എനിക്ക് അറിയാമെന്നാണ് അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞത്. അഖിൽ മാരാർ ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. പിന്നെ എടാ പോടാ വിളിയും അത് വാപ്പയെ പോയി വിളിച്ചാൽ മതി എന്ന രീതിയിലൊക്കെയാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന റെസ്പോൺസ് അത്തരമായിരിക്കണം. കാരണം ഒരു പേഴ്സണൽ ഇഷ്യൂ ആണിത്. കാരണം തൊപ്പിക്കെതിരെ പേഴ്സണലായിട്ട് അദ്ദേഹം പൈസ വാങ്ങി എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇവിടെ അഖിൽ മാരാരാണ്. എനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് ചോദിക്കാനുള്ള എല്ലാ അവകാശവും തൊപ്പിക്കൊണ്ട് അത് അദ്ദേഹത്തിന്റെ ലൈവിൽ അദ്ദേഹം പബ്ലിക്കായിട്ട് വിളിച്ച് ചോദിക്കുകയാണ്. നിന്റെ കയ്യിൽ എന്ത് തെളിവാണ് എനിക്കെതിരെ ഞാൻ ജിൻഡോയെ വിജയിപ്പിക്കാൻ വേണ്ടി ലൈവിൽ വന്ന് ആവശ്യപ്പെട്ടതിന് പൈസ വാങ്ങി എന്നതിന് എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അഖിൽ മാരാർ ഇത്ര വെപ്രാളപ്പെടുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ്. കാരണം അഖിൽ മാരാർ ലൈവിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചകളിലും എല്ലാം അടിമുടി മറുപടി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അടപടലം അഖിൽ മാരാർ തേഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ അഖിൽ മാരാർ എന്താണ് ലൈവിൽ വന്ന് പറഞ്ഞത് നമുക്കതുകൂടി കാണാം. അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുകൊണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അനീഷിന് വോട്ട് ചോദിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. അനീഷിന് വോട്ട് ചോദിക്കുന്നത് ഒന്നെങ്കിൽ മറ്റു മത്സരാർത്ഥികളോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാവാം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം ബിഗ് ബോസ് ചാനൽ കാണാത്ത ഒരു മനുഷ്യനാണ്. പിന്നെ എന്തിനാണ് അനീഷിന് വേണ്ടി ഇങ്ങനെ വോട്ട് പിടിക്കാൻ നടക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം പണം വാങ്ങിയിട്ടാവാം ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ്? പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അനുമോൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന അഖിൽ മാരാർ അനുമോളോട് പൈസ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ PR വർക്ക് എടുക്കുകയാണോ? അതുപോലെ തന്നെയാണ് ഈ തൊപ്പി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അനീഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് PR വർക്കൊന്നും പൈസ കൊടുത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് സാധാരണക്കാരനായ മനുഷ്യനെ വിജയിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ഓൾ. അത് അവിടെ കഴിഞ്ഞു. എന്താണ് ഇത്ര പ്രശ്നം? അദ്ദേഹത്തിന് സൗകര്യമുള്ള അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നിർബന്ധപൂർവ്വം അനീഷിന് വോട്ട് ചെയ്യണമെന്നല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അനീഷിന് വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ യാതൊരു തെറ്റും കാണാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ജിൻഡോയെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൈസ വാങ്ങി എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യമായി ജിൻഡോ അദ്ദേഹത്തിന്റെ ലൈവിലേക്ക് വന്ന വീഡിയോയും കാണാം. അതിനുശേഷം എത്ര റെമ്യൂണറേഷൻ വാങ്ങിയിട്ടാണ് ജിൻഡോ വന്നത് എന്ന് തൊപ്പി അദ്ദേഹത്തിന്റെ ലൈവിൽ തന്നെ പറയുന്ന കാര്യങ്ങളും നമുക്ക് കാണാം. Big Boss Season 6 winner, guys. Everybody put up the W's in the chat. Let's go. കണ്ടു കാണും, തൊപ്പിയുടെ ലൈവിലേക്ക് ഓൺലൈൻ സ്ട്രീമിംഗിലേക്ക് നമ്മുടെ ജിൻഡോ കടന്നു വരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫ്രീ ആയിട്ട് അദ്ദേഹം ഒരു PR വർക്ക് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി ജിൻഡോ അദ്ദേഹത്തിന്റെ ലൈവിലേക്ക് വന്നതാണെന്ന്. ഒരിക്കലും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി അത്രയ്ക്കും ചെറിയ ഒരു ആളെടുത്തേക്കൊന്നും അങ്ങനെ പോകുന്ന ഒരാളെ അല്ല നമ്മൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം സ്നേഹം കാണിക്കാൻ വേണ്ടി പോയതുമല്ല. അദ്ദേഹം വിജയിച്ചതിന് ശേഷം ഏകദേശം 8 ലക്ഷം രൂപക്കടുത്തുള്ള റെമ്യൂണറേഷൻ പാരിതോഷികമായി വാങ്ങിയതിന് ശേഷമാണ് 1 മണിക്കൂറിലെ ലൈവിലേക്ക് വന്നത് എന്നുള്ളതാണ് സത്യം. അത് തൊപ്പി തന്നെ അദ്ദേഹത്തിന്റെ ലൈവിൽ പറയുന്നുണ്ട്. അതുകൂടി കാണാം. ജിൻഡോനെ കൊണ്ടുവരാൻ എത്ര പൈസ ചെലവായി നിങ്ങളെ വിചാരം? ഞാൻ വിചാരിച്ചൊരു 1-2 ലക്ഷത്തിൽ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ 8ന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു. 5ന്റെ മുകളിൽ പോയി. 5ന്റെ മുകളിൽ ചെലവായിന് ജിൻഡോനെ കൊണ്ടുവരും. ജിൻഡോ ഇപ്പൊ ഒരു ഇനോഗ്രേഷൻ വരെ ചാർജ് ചെയ്യുന്നത് 5-10 ലക്ഷം. മനസ്സിലാവും. നമ്മള് ലൈവിൽ വന്ന് 1 മണിക്കൂർ ഇരുന്നല്ലേ. അതിനോട്ട് അത്രയും പൊട്ടിന. അല്ലെങ്കിൽ റൂട്ടറാണ് കൊടുത്തത്. മനസ്സിലാവും. അതാണ് ഞാൻ റൂട്ടറിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തത്. സത്യം. തൊപ്പി തന്നെ പറയുകയാണ് 5 ലക്ഷത്തിന് മുകളിലുള്ള ഒരു സംഖ്യ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ബുക്ക് ചെയ്തത്. അദ്ദേഹം 1 മണിക്കൂർ എൻ്റെ ലൈവിൽ വന്ന് ഇരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ അതിന് എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷമാണ് ആ പൈസ നിയമപരമായിട്ട് ആ പണം കൈമാറിയത്. അതിനുള്ള തെളിവുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെയാണ്
അദ്ദേഹം ഒരു പ്രത്യുപകാരമായി അവിടെ വന്ന് ലൈവിൽ വന്ന് പോയി എന്നൊക്കെ ഈ അഖിൽമാരാർ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഏകദേശം 10 ലക്ഷം രൂപയൊക്കെയാണ് ഒരു പരിപാടിക്ക് അന്ന് ജിൻഡോ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 8 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു കുറഞ്ഞ സംഖ്യയാണ്. അത്രയും സ്നേഹം കൊണ്ടാണ് അദ്ദേഹം അവിടെ വന്ന പരിപാടി പങ്കെടുത്ത് പോയത്. അതൊരു ഫ്രീ സേവനമല്ല, അതും പൈസ കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത്. അതിനും കാരണമുണ്ട്. അതാ പറയുന്നത്, ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ തൊപ്പിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അവിടെ കൊണ്ടുവന്നതും അദ്ദേഹം വോട്ട് ചോദിച്ചതും. ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജിൻഡോ വിജയിയായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ നമ്മുടെ അഖിൽമാരാരെ ഓർമ്മിപ്പിക്കുകയാണ്. അഖിൽമാരാർക്ക് വോട്ട് പിടിക്കാമെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ തൊപ്പിക്കും വോട്ട് പിടിക്കാം. യാതൊരു കുറവും തൊപ്പി എന്ന് പറയുന്ന മനുഷ്യന് ഇവിടെ സമൂഹം കൽപ്പിച്ച് നൽകിയിട്ടില്ല. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങളും സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഫോളോവേഴ്സിനോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, അനുമോൾക്കോ മറ്റാർക്കെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാം. അതുപോലെ തന്നെ തൊപ്പിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വോട്ട് ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഉണ്ട്. അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തതായി ഞാൻ കാണുന്നില്ല. പിന്നെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി അത്ര മോശം കണ്ടസ്റ്റൻസ് ആണ് എന്ന് ഈ ബിഗ് ബോസ് കാണുന്ന ആർക്കും തന്നെ ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് നീറ്റായ ക്ലീനായ ഒരു 5 വർഷം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ 1 മുതൽ 100ാം എപ്പിസോഡ് വരെയുള്ള എല്ലാ എപ്പിസോഡുകളും തൻ്റെ സംസ്കാരം ഒരിക്കലും കൈവിടാതെ വളരെ മാന്യമായ ഭാഷയിൽ അദ്ദേഹം കളിച്ച് ഇപ്പോൾ വിജയിച്ച് കപ്പും കൊണ്ട് തന്നെയാണ് അദ്ദേഹം വരിക എന്നൊരിക്കൽ കൂടി അഖിൽമാരാരെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ അഗ്നീഷ് കപ്പും തൂക്കി വരുന്ന വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.